ഹലോ. അപ്പോഴേ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു കുട്ടീനെ കൊണ്ടുവന്നു. 2.5 വയസ്സേ ഉള്ളൂ. അവന് ബൈക്ക് ഇടിച്ച് അവൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്, നെറ്റിയിൽ മുറിവുണ്ട്. അത് 3 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അപ്പോൾ ഈ 2.5 വയസ്സായിരുന്നു. അമ്മയും കൂടെ അച്ഛനെ യാത്രയാക്കിയിട്ട് അച്ഛൻ കാറിൽ അങ്ങോട്ട് പോയി. ഈ അമ്മ കയറിപ്പോയി. അപ്പോൾ ഈ റോഡ് തിരക്കുള്ള റോഡാണ്, എപ്പോഴും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന റോഡാണ്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഈ കൊച്ചിനെ ശ്രദ്ധിക്കാതെ ഈ അമ്മ എങ്ങനെയാണ് അകത്തേക്ക് കയറി പോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതോ ഈ കുഞ്ഞിനെ കണ്ടില്ലേ അമ്മ? അമ്മയുടെ കണ്ണിനകത്ത് എന്താ കുരുവായിരുന്നോ? അവൻ അച്ഛൻ പോയ വഴിയെ ഗേറ്റ് തുറന്നു കിടക്കുന്നു, അവനും ഇറങ്ങിപ്പോയി. എങ്ങനെയുണ്ട്? അടുത്ത വീട്ടിലെ ആൾക്കാരാണ് കണ്ടതും കരച്ചിലൊക്കെ കേട്ട് വന്നു. അപ്പോൾ ഈ ബൈക്ക് ഓടിച്ചിരുന്ന ആളും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഇവരുടെ കൂടെ, അതായത് ഇവർ വിടുവില്ലല്ലോ, പിടിച്ചു വച്ചിരിക്കുകയാണ്. സപ്പോർട്ട് പറയുകയല്ല കേട്ടോ. ഒരു 60 വയസ്സൊക്കെ ഉള്ള ഒരു ചേട്ടൻ. വളരെ പരിതാപകരമായിട്ട് എനിക്ക് തോന്നി. കാരണം പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് വന്ന തെറ്റൊന്നും അല്ല. നേരെയുള്ള റോഡിൽ കൂടി പുള്ളിക്കാരൻ വളരെ സാവധാനമാണ് വണ്ടി ഓടിച്ചത്. കാരണം അല്ലെങ്കിൽ ആ കുട്ടി ബൈക്ക് നല്ല സ്പീഡിൽ വരുന്ന ഒരു ബൈക്ക് ഇടിച്ച കുട്ടി ഈ ഒരു അവസ്ഥയൊന്നും ആവില്ല. ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ആ പുള്ളിക്കാരൻ വളരെ സ്ലോയിലാണ് വന്നതെന്ന് പറഞ്ഞു. കുട്ടി വട്ടം ചാടിയതാണ്. പെട്ടെന്ന് ഗേറ്റിനുള്ളിൽ നിന്ന് കുട്ടി ഓടി വെളിയിലോട്ട് ഇറങ്ങുന്ന പുള്ളിക്കാരന് ഒരു പ്രതീക്ഷയില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. ആ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പിരിപിരി ആയിരിക്കുമല്ലോ. ഞാൻ 2 കുഞ്ഞുങ്ങളെ വളർത്തിയ ഒരു അമ്മയാണ്, എനിക്കറിയാം. അപ്പോൾ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളുടെ മേലെ ഒരു കണ്ണും ഒരു കാതും എപ്പോഴും വേണം. നമ്മൾ അങ്ങനെയാണ് എല്ലാ അമ്മമാരും മക്കളെ വളർത്തുന്നത്. ഒരു 3-4 വയസ്സ് വരെ ഈ കുഞ്ഞുങ്ങളുടെ പുറകിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഭയങ്കര വികൃതികളായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, 2 ദിവസം മുന്നേ ബക്കറ്റിൽ വീണ് കുഞ്ഞു മരിച്ചു. അപ്പോൾ ഇതൊക്കെ അശ്രദ്ധ കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. നമ്മൾക്ക് കുഞ്ഞുണ്ടായെന്ന് വെച്ച് നമുക്ക് മറ്റുള്ള പണിക്ക് പോകാൻ പാടില്ലേ, നമുക്ക് അതൊന്നും ചെയ്യണ്ടേ ഇതൊന്നും ചെയ്യണ്ടേ, നമുക്ക് ബാത്റൂമിൽ പോകണ്ടേന്നൊക്കെ ലൊട്ടുലൊടുക്ക് ന്യായം പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ കുട്ടികളുണ്ട്. അപ്പോൾ വീണും തല്ലിയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താ, എപ്പോഴും ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായെന്ന് വെച്ച് കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കാൻ പറ്റും? ഞങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തി വലുതാക്കിയത് ആൾക്കാരൊക്കെ തന്നെയാണ്. ഒരു കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഇത് കഷ്ടപ്പാടും ഒക്കെ അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഈ പണിക്ക് ഇറങ്ങിയത്. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ജീവനോടെ പരിക്കൂടാതെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാവും. ഇത് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ, എനിക്കൊരു കുഴപ്പവുമില്ല. ഈ കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ വരദാനം തന്നെയാണ്. ആ ദാനത്തിനെ നമ്മൾ പൊന്നുപോലെ നമ്മൾ സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ്, കടമയുള്ളവരാണ്. അങ്ങനെ അല്ലാത്തവർ ഈ പണിക്ക് നിൽക്കരുത്. അപ്പോൾ അവരിപ്പോഴും, ഞാനിപ്പോൾ വീട്ടിൽ ചായ കുടിക്കാൻ വന്നതാണ്, അവരിപ്പോഴും പോയിട്ടില്ല. കുഞ്ഞിന് ഭയങ്കര വേദനയൊക്കെയാണ്, അവൻ കരച്ചിലൊക്കെയാണ്. നമ്മൾ ഇഞ്ചക്ഷനൊക്കെ ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആ ചേട്ടൻ്റെ പാവം ഇന്ന് ആരെ കണി കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് ആർക്കറിയാം. എന്താണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരെയാണ് നാട്ടുകാരും വീട്ടുകാരും കുറ്റം പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.